പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് നമസ്കാരം. ഒരു മനുഷ്യനൊരു തുരുത്തല്ലെന്നാണ് പഴമൊഴി. നോ മാൻ ഈസ് ആൻ ഐലൻഡ്. പക്ഷേ ഓരോ മനുഷ്യനും അവൻ്റെ ചിന്തകളും രഹസ്യങ്ങളും ദുഃഖങ്ങളും നിരാശകളും മോഹങ്ങളും ചേരുമ്പോഴോ 4 ഭാഗത്തേക്കും അവയ്ക്ക് നമ്മൾ ഒഴുകിയിറങ്ങാൻ തടം നൽകിയാലോ അതിശയിപ്പിക്കുന്ന ദൂരങ്ങൾ താണ്ടിയവ ഒഴുകാൻ തുടങ്ങും. അപ്പോൾ ഓരോ മനുഷ്യനും ഓരോ തുരുത്തായി മാറും. ജിമ്മിൻ്റെ ചിന്തകൾക്ക് ഒരിക്കലും അവസാനമില്ല. ബാല്യത്തിലെ ഒറ്റപ്പെടലിൽ നിന്നും യൗവനത്തിൻ്റെ പ്രതിഷേധത്തിൻ്റെയും വെറുപ്പിൻ്റെയും ലോകത്തിലൂടെ കടന്നു വരേണ്ടി വന്ന ആളാണ് ജിം. 1968 മെയ്യിൽ പാരീസിൽ നടന്ന വിദ്യാർത്ഥി വിപ്ലവങ്ങളിൽ പങ്കെടുത്ത ആളായിട്ടാണ് നോവലിസ്റ്റ് ജിമ്മിനെ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജിമ്മിൻ്റെ ഓർമ്മകൾക്ക് പഞ്ഞവുമില്ല. എല്ലാത്തിൽ നിന്നും ഒളിച്ചോടി ഇന്ത്യയിലേക്ക് എത്താനായുള്ള യാത്രയിലാണ് മലയായിലെത്തുന്നതും രാജി കണ്ണിലുടക്കപ്പെടുന്നതും. ജിമ്മുമായുള്ള സൗഹൃദം അമ്മയ്ക്കും മറ്റും സങ്കടമാവുമെന്ന് കരുതി രാജി സ്വയം നിയന്ത്രിക്കുന്നു. പക്ഷേ ജിമ്മിനത് ഉൾക്കൊള്ളാനാവുന്നില്ല. വായിക്കാം. 1-ാം വാല്യം 4-ാം ഖണ്ഡം 1-ാം ഭാഗം. കസേരയിലിരുന്ന് പുസ്തകം തുറക്കുന്നതിന് മുൻപ് ജിം പ്രിയയുടെ അടുത്തേക്ക് ചെന്നു. കുട്ടി മയങ്ങുകയാണ്. നെറ്റിയിലും കവിളത്തും കൈവച്ച് നോക്കി. പതിവ് പോലെ പനിക്കുന്നുണ്ട്. 5-8 ദിവസമായല്ലോ. കുറവില്ല. ഭാഗ്യവശാൽ കൂടുതലുമില്ല. പക്ഷെ കുട്ടി ക്ഷീണിച്ചു പോയി വല്ലാതെ. കനലിൽ വീണ ലില്ലിപ്പൂ പോലെ. പാവം. പ്രിയ കണ്ണു തുറന്നു. പതുക്കെ. നന്ന പ്രയാസപ്പെട്ടു. ഉണങ്ങിയ തളിരിൻ്റെ നിറമുള്ള വിളർത്ത മുഖത്ത് അല്പം ജീവൻ പരന്നു. ഓ, നോട്ട് ഇൻ സ്ലീപ്പ് വിൽ? ജിം മുഖം കൊണ്ട് ഗോഷ്ഠി കാണിച്ചു. അതോ രാജകുമാരൻ തൊട്ടപ്പോൾ ഉണർന്നതോ? പ്രിയയുടെ വരണ്ടു വിണ്ട ചുണ്ടത്ത് വെളുത്ത പതിറ്റിപ്പൂ വിടർന്നു. അവൾ തല പതുക്കെ ഒന്ന് പൊക്കി. ഇരിക്കൂ എന്ന് ആംഗ്യം കാണിച്ചു. ജിം കട്ടിന്മേലിരുന്നു. പുതപ്പിനടിയിൽ നിന്ന് അവളുടെ കൈ ഊരിയടിച്ച് തലോടി. ഉണങ്ങിയ പയറുപോലെ എല്ലിച്ചിരിക്കുന്നു. ഒടിഞ്ഞ ഓടപ്പുല്ലുപോലെ. അവൾ നാക്കുകൊണ്ട് ചുണ്ടു നനച്ച് എന്തോ പറഞ്ഞു. ശബ്ദം പുറത്തു വന്നില്ല. തൊണ്ട ശുദ്ധീകരിച്ച് വീണ്ടും പറഞ്ഞു, ഒരു കഥ പറയൂ. ഒച്ച തീരെ നനുത്തിരുന്നു. ശരീരത്തിൻ്റെ ഏതോ ഒരറ്റത്തെ ജീവനുള്ളൂ എന്ന് തോന്നും. ശരി, എന്ത് കഥയാ വേണ്ടത്? പ്രിയ ഇഷ്ടമുള്ളത് നാങ്യം കാണിച്ചു. സംസാരിക്കുന്നത് ശ്രമകരമാണ് കുട്ടിക്ക്. നെഞ്ചത്തും തൊണ്ടയിലും കഫം കെട്ടിയിട്ടുണ്ട്. ചില സമയത്ത് ശ്വാസം വിടുമ്പോൾ നേർത്ത സീൽക്കാരം കേൾക്കാം. ഓക്കെ, ആലോചിക്കട്ടെ. ജിം കിടക്കയിൽ ചമ്രം പടിഞ്ഞിരുന്ന് കണ്ണടച്ച് ധ്യാനിക്കുന്നത് പോലെ അഭിനയിച്ചു. മഹർഷിമാരെ പോലെ കൂടെ കൂടെ താടി തലോടുകയും ചെയ്തു. കഥ പറയുന്നതിന് മുൻപ് ഇങ്ങനെ ചില ഗോഷ്ഠികൾ കാണിക്കുന്നത് പ്രിയയ്ക്കിഷ്ടമാണ്. കഥ പറയുമ്പോഴും ഗോഷ്ഠികളും ആംഗ്യങ്ങളും കാണിക്കണം. ചില രംഗങ്ങൾ അഭിനയിച്ചും കാണിക്കണം. അപ്പോൾ അവളുടെ മുഖത്ത് പരക്കുന്ന പ്രസന്നത ഉള്ളു കുളിർപ്പിക്കുന്നതാണ്. ഗുരു സ്നേഹത്തോടെ ശാസിക്കും. ജിം, വേണ്ടാത്തതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് പുലിവാൽ എനിക്കാണ്. കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇപ്പോൾ ഞാനും അതൊക്കെ കാണിക്കണം എന്നാണ് നിർബന്ധം. താൻ കള്ളച്ചിരി ചിരിച്ച് ഭവ്യത നടിക്കും. ഗുരു ഉറക്കമാണ്. പുറത്തെ കസേരയിൽ കിടന്നു. ഉറക്കമെന്ന് പറഞ്ഞുകൂടാ, മയക്കം. കഴിഞ്ഞ ഒരാഴ്ചയായി ഇങ്ങനെ 1-2 മണിക്കൂർ നേരത്തെ വിശ്രമമേ ആകെയുള്ളൂ. ബാക്കി നേരമൊക്കെ മകളുടെ അടുത്ത് ഉറക്കം വിളച്ചിരിപ്പാണ്. അദ്ദേഹത്തെ ഇങ്ങനെ പരവശനായി ഒരിക്കലും കണ്ടിട്ടില്ല. അത്ര ഗൗരവമുള്ള സൂക്കേടൊന്നുമല്ല കുട്ടിക്ക്, വെറും ഫ്ലൂ. പക്ഷേ മരുന്നുകളൊന്നും ഏശുന്നില്ല. പാപ്പാഡോക്കും ഡോക്ടർ മിനിയും അമ്പരന്നിരിക്കുന്നു. ഫ്ലൂ അല്ല, മറ്റെന്തോ ആണെന്ന് സംശയം. എന്താണെന്ന് പിടികിട്ടുന്നതുമില്ല. ഇനി ഒരുപക്ഷെ ഹോസ്പിറ്റലിലേക്ക്. പ്രിയ കൈ പിടിച്ചു വലിച്ചപ്പോൾ ജിം കണ്ണു തുറന്നു. ഓക്കെ, ജിം ഒന്ന് ഇളകിയിരുന്നു. ഇതാ വരുന്നു ഒരു ഉഗ്രം കഥ. പ്രിയ മൂളൽ നിർത്തിയിട്ടും ജിം അല്പനേരത്തേക്ക് കഥ തുടർന്നു. പിന്നെ നിർത്തി. കഥ തുടങ്ങി വെച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും കുട്ടി ഉറങ്ങി. അത്രയ്ക്ക് ക്ഷീണമുണ്ട്. അല്ലെങ്കിൽ അവസാനം വരെ കണ്ണും മിഴിച്ചു കിടക്കും. ക്ഷീണം മാത്രമല്ല, നല്ല ഉഷ്ണവുമുണ്ട്. ഉച്ച തിരിഞ്ഞ വെയിൽ പുറത്ത് കത്തിക്കാളി നിൽക്കുകയാണ്. പ്രിയയുടെ കൈ പുതപ്പിനടിയിലേക്ക് തിരികെ വെച്ച് എഴുന്നേറ്റു. കൈയും കാലും കുടഞ്ഞ് കസേരയിൽ ചെന്നിരുന്ന് പുസ്തകമെടുത്തു. കുട്ടികൾക്കുള്ള കഥാപുസ്തകം. ദിവസവും 1-2 വായിച്ചാലേ പ്രിയയ്ക്ക് വേണ്ടത്ര കഥകൾ ശേഖരിക്കാൻ ഒക്കൂ. പുസ്തകം നോക്കി വായിച്ചു കൊടുത്താൽ പോരാ, അതിഷ്ടമല്ല. പുസ്തകമില്ലാതെ തന്നെ പറഞ്ഞു കൊടുക്കണം. കുട്ടികളൊക്കെ ഇങ്ങനെ ആയിരിക്കാം. താനും ഇങ്ങനെയായിരുന്നു. ഇതിനേക്കാൾ വാശിക്കാരൻ. അമ്മ തന്നെ പറഞ്ഞു തരണം.
അച്ഛൻ പോരാ. അച്ഛനും അമ്മയും ഡിന്നറിനോ മറ്റോ പോകുമ്പോൾ വരുന്ന ബേബി സിറ്ററായാലും പോരാ. അവർ സുന്ദരിയായിരുന്നെങ്കിലും അവരുടെ വഴിപാട് പറച്ചിലിനേക്കാൾ തന്നെത്താൻ വായിക്കുന്നതാണ് രസം. അമ്മ ചിലപ്പോൾ ശാസിക്കും, ഡാർലിംഗ് ഇങ്ങനെ വാശി പിടിച്ചാലോ, വീട്ടിൽ തന്നെ പാർട്ടികളുള്ള ദിവസമാണ് ഏറ്റവും വിമിഷ്ടം. മാസത്തിൽ 2 or 3 കാണും. അച്ഛൻ്റെ ബിസിനസ് ആവശ്യമാണ്. പാർട്ടിയുള്ള ദിവസം നേരത്തെ ഭക്ഷണം തന്ന് മുകളിലേക്ക് വിടും. മുകളിൽ തനിച്ചിരുന്ന് രസിച്ചോളണം. കളിക്കാം, വായിക്കാം, അല്ലെങ്കിൽ ഉറങ്ങാം. 3 പതിവില്ല. ജനാലയ്ക്കൽ ചെന്ന് നിൽക്കും, അല്ലെങ്കിൽ കോണിപ്പടിയിൽ ഒളിച്ചിരുന്ന് താഴത്തെ കോലാഹലം ശ്രദ്ധിക്കും. ഇടയ്ക്കിടെ ക്ലോക്കിൽ നോക്കും. 11-12 ആവും കഴിയാൻ. ചുമ്മാതെ കിട്ടുന്ന വിസ്കിയും ബീറും കുടിച്ച് പൊട്ടിച്ചിരിച്ച് ബഹളം കൂട്ടി പാട്ടുപാടിയും നൃത്തം ചെയ്തും രസിക്കുന്ന പണ്ടാരക്കാലന്മാർ ചത്തുപോണേ എന്ന് ശപിക്കും. ചിലപ്പോൾ കോണിക്കൽ തന്നെ ഇരുന്നുറങ്ങും. എന്നാൽ അച്ഛൻ്റെ വക വയറ് നിറയെ കിട്ടും. അമ്മ മിണ്ടാതെ എടുത്തുകൊണ്ടുപോയി കിടത്തും. ഉണർന്ന് വാശി പിടിച്ചാൽ കഥ പറഞ്ഞു തരികയും ചെയ്യും. ഇത് തൻ്റെ മാത്രം അനുഭവമാണെന്നായിരുന്നു വിചാരം. കുട്ടികളെ അലാറം വെച്ച ടൈം പീസ് പോലെ വളർത്തുന്നത് തൻ്റെ അച്ഛനമ്മമാർ മാത്രമായിരിക്കുമെന്ന് ദൃഢമായി വിശ്വസിച്ചു. പിന്നീടാണ് മനസ്സിലായത് എല്ലാ അമേരിക്കൻ കുടുംബങ്ങളെയും കാർന്നു തിന്നുന്ന ഒരു രോഗമാണിതെന്ന്. അമേരിക്കയിലെന്നല്ല, യൂറോപ്പിലും പടിഞ്ഞാറൻ നാടുകളിൽ ആകമാനം. കോംബ്രയിലെ കൂറ്റൻ വീടിൻ്റെയും 1ാം നിലയിലെ മുറിയിൽ അമ്മയുടെ കാലൊച്ചയും കാത്തു കിടക്കുന്ന മാഴ്സൽ എല്ലാ കുട്ടികളുടെയും പ്രതിനിധിയാണ്. മാഴ്സൽ അനുഭവിച്ച ഉത്കണ്ഠയും വേദനയും ആകാംക്ഷയും അതിലും 10 ഇരട്ടി ശക്തിയോടെ താനും അനുഭവിച്ചതാണ്. ഏകാന്തതയുടെ, ഒറ്റപ്പെടലിൻ്റെ വിഹ്വലത. മക്കളെ സ്നേഹിക്കുന്നതിൽ പോലും സമയനിഷ്ഠയും അളവും തൂക്കവും നിശ്ചയിച്ച കൃത്രിമ സംസ്കാരത്തിൽ നിന്നല്ലേ ജീവിതത്തിലെ മൂല്യങ്ങളുടെ തകർച്ച ആരംഭിക്കുന്നത്? പുസ്തകം മടിയിൽ കമഴ്ത്തി വെച്ച് പിന്നോക്കം ചാരി തല പിറകോട്ടി ചായ്ച്ച് കണ്ണടച്ചിരുന്ന ആലോചന തുടർന്നു. ആലോചിച്ചിട്ട് പുണ്യമൊന്നുമില്ല. തൂർക്കാൻ കഴിയാത്ത വിടവാണ് തലമുറകൾക്കിടയിലുള്ളത്. നരി കോട്ടുവായിടുന്ന പോലെ പെട്ടെന്നുണ്ടായ പിളർപ്പല്ല. തലമുറയായി അകൽച്ച വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അടഞ്ഞ ചിപ്പി കത്തി കടത്തി തുറക്കുന്ന പോലെ യന്ത്രസംസ്കാരം കുടുംബാംഗങ്ങൾക്കിടയ്ക്ക് കനൽക്കോല് കടത്തുകയായിരുന്നു. പുതിയ പ്രകാശമെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടത് അകത്തേക്ക് തള്ളിക്കയറിയപ്പോൾ ഉള്ളിലെ മുത്തു കൊഴിഞ്ഞുപോയത് ആരും അറിഞ്ഞില്ല. ഉള്ളു പൊള്ളയായ കക്കകൾ മാത്രമാണ് തൻ്റെ തലമുറയ്ക്ക് കിട്ടിയത്. അതുകൊണ്ട് എങ്ങനെ തൃപ്തിപ്പെടാൻ? കുറ്റമാണോ ലോകമെമ്പാടും യുവാക്കളുടെ തലമുറ അസ്വസ്ഥമായിരിക്കുന്നത്? അമേരിക്കയിൽ, ഇംഗ്ലണ്ടിൽ, ഫ്രാൻസ്, പാരീസ്. പ്രസന്നമായ നേരിയ കുളിരുള്ള മെയ് മാസം, മഞ്ഞ വെയിലുള്ള അപരാഹ്നം. കോട്ടിൻ്റെ കീശയിൽ കൈതിരുകി അലക്ഷ്യമായി നടക്കുകയാണ്, കഞ്ചാവും വലിച്ചുകൊണ്ട്. സീൻ നദിയുടെ തീരത്തുകൂടി പുഴയുടെ നടുക്കുള്ള തുരുത്തിൽ കിരീടം കമഴ്ത്തി വെച്ചതുപോലെ നിൽക്കുന്ന നോത്രാദാം പള്ളിയുടെ കൂർത്ത ഗോപുരം സ്വർഗരാജ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. സ്വർഗരാജ്യം. ചിരി വരുന്നു. എത്ര നൂറ്റാണ്ടുകളായി പള്ളിയും പട്ടക്കാരും കൂടി ജനലക്ഷങ്ങളെ വിഡ്ഢികളാക്കുന്നു. സ്വർഗരാജ്യം അവിടെയല്ല, ഇവിടെയുമല്ല, അവിടെയില്ല, ഇവിടെയില്ല, എവിടെയുമില്ല. എല്ലാം ശുദ്ധ പോഷ്ക്. ബൂൾവാർ ഡ്യൂ പലയിലെത്തിയപ്പോൾ ഇടത്തോട്ട് തിരിയുന്നു. പാലത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുന്നു. ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക ഇഷ്ടമായിരുന്നു. തുരുത്തിനിരുവശത്തൂടെ ബോട്ടുകൾ പോകുന്നുണ്ടാവും, കാഴ്ചക്കാരെ വഹിച്ചുകൊണ്ട്. ഇന്നൊന്നുമില്ല. 2-3 ആഴ്ചയായി നഗരം സ്തംഭിച്ചിരിക്കുകയാണല്ലോ. വിദ്യാർത്ഥികളുടെ കലാപം. ടു ദി ബാരിക്കേഡ്സ്. ബസ്സില്ല, ടാക്സിയില്ല, മെട്രോവില്ല. പുതിയൊരു വിപ്ലവത്തിൻ്റെ നാന്ദിയാണ് പോലും. പാലം കടന്ന് സംശയിച്ച് നിൽക്കുന്നു. ചെവി ഓർക്കുന്നു. ബഹളത്തിൻ്റെ സൂചനകൾ എന്തെങ്കിലും ഉണ്ടോ? ടിയർ ഗ്യാസ് ചെല്ലുകളുടെയും കൺകഷൻ ബോംബുകളുടെയും പൊട്ടിത്തെറി കേൾക്കാനില്ല. സമയമാവുന്നതേയുള്ളൂ. വൈകുന്നേരമാണ് കുഴപ്പം ആരംഭിക്കുക. ചടങ്ങ് പോലെയായി തീർന്നിരിക്കുന്നു. റിയു ഡാൻഡനിലൂടെ ബുൾബ സാൻജർമാനിലേക്ക് വെച്ചടിക്കുന്നു. വിശാലമായ നിരത്തിൽ അങ്ങിങ്ങ് വിദ്യാർത്ഥികൾ കൂട്ടം കൂടി നിൽക്കുന്നു. ബഹളം വെച്ച് എന്തൊക്കെയോ ചർച്ച ചെയ്യുന്നു. പ്രകടനത്തിന് തയ്യാറെടുക്കുകയാണ്. ഫുട്പാത്തിലെ കഫകളിലും ബിസ്ട്രോകളിലും കാപ്പിയോ വീഞ്ഞോ കുടിക്കുന്നവർ പ്രതീക്ഷയോടെ ഉത്കണ്ഠയോടെ കാത്തിരിക്കുകയാണ് എന്തെങ്കിലും സംഭവിക്കാൻ. വിറകുമുട്ടികൾ പോലെ നീണ്ട റൊട്ടികൾ ചെറിയ കൈവണ്ടികൾ ഉന്തിക്കൊണ്ട് പോകുന്നവർ ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കുന്നു. 2-3 അടി നീളമുള്ള ബേസ്ബോൾ ബാറ്റിനേക്കാൾ വലിപ്പമുള്ള ഈ റൊട്ടികൾ കാണുമ്പോഴൊക്കെ ഉള്ളിൽ ചിരിയൂറും. വേല കഴിഞ്ഞ് നാട്ടിലേക്ക് പോകുന്നവർ ഓരോന്ന് വാങ്ങി പൊതിയുക പോലും ചെയ്യാതെ തോക്കുപോലെ തോളറ്റത്ത് വെച്ചുകൊണ്ട് പോകുന്നത് കാണാം. വഴിക്ക് ആരെങ്കിലുമായി ഏറ്റുമുട്ടിയാൽ ഗതയായും ഉപയോഗിക്കാം. പൊട്ടിത്തെറിയുടെ പ്രതിധ്വനി. നടക്കുന്ന നടപ്പിൽ പെട്ടെന്ന് നിൽക്കുന്നു. വഴിവക്കത്തിരുന്നവർ ഒന്നാകെ എഴുന്നേൽക്കുന്നു. തെരുവ് ഭയപ്പെട്ട് രോമാഞ്ചം കൊണ്ടതുപോലെ.
കൂട്ടം കൂടി നിന്നിരുന്ന വിദ്യാർത്ഥികൾ മുന്നോട്ട് പായുന്നു. വൂൾവാ സാൻ മിഷേലിനെ ലക്ഷ്യം വെച്ചായിരിക്കണം. താനും പിന്നാലെ, കഞ്ചാവ് സിഗരറ്റ് താഴെയിട്ട് ചവിട്ടി അരച്ചുകൊണ്ട്. രണ്ട് നിരത്തുകളിലും സന്ധിക്കുന്ന മൂലകളിൽ ഒരു ഉത്സവത്തിൻ്റെ ജനമുണ്ട്. പൂഴി വീശി എറിഞ്ഞാൽ നിലത്ത് വീഴില്ല. വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും. കണ്ണെത്തുവോളം ദൂരം ശിരസ്സുകളാണ്. കറുത്തവ, സ്വർണ്ണവർണ്ണത്തിലുള്ളവ, തൊപ്പിയിട്ടവ. ശിരസ്സുകൾക്കപ്പുറത്തെ നീലിമ കലർന്ന വെള്ളപ്പുകയുടെ നൈലോൺ തിരശീല. പ്ലോപ്പ്! ഒരു പുകക്കുമിള ഉയരുന്നു. ആൾക്കൂട്ടം രണ്ടടി പിന്നോക്കം വയ്ക്കുന്നു. തള്ളിച്ചേൽ താൻ പുറകോട്ട് വീഴാൻ ഭാവിക്കുന്നു. ആരുടെയോ കുപ്പായത്തിൽ തൂങ്ങി ബാലൻസ് വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നു. നോക്കുമ്പോൾ ആണുങ്ങളെപ്പോലെ മുടിവെട്ടിയ ഒരു പെൺകിടാവാണ്. എക്സ്ക്യൂസ് എ മാഡ്മസ്. മുറിപ്പരന്ത്രീസിൽ ക്ഷമായാചനം ചെയ്യുന്നു. അവൾ സാരമില്ലെന്ന് പുഞ്ചിരി തൂകുന്നു. അപ്പോഴേക്കും ജനക്കൂട്ടം വീണ്ടും മുൻപോക്കം ആയിരുന്നു. കൂട്ടത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി കെട്ടിടങ്ങളുടെ ചുമര് ചേർന്ന് പതുക്കെ നടക്കുന്നു. വഴിവക്കത്തെ കഫേകൾ അടച്ചിട്ടിരിക്കുകയാണ്. അകത്തുള്ളവർ പകച്ചു നോക്കുന്നത് കതകിൻ്റെ ചില്ലിലൂടെ കാണാം. ചില്ലിൽ പതിഞ്ഞ് ചതഞ്ഞ മുഖങ്ങൾ ചത്ത മത്സ്യങ്ങൾ പോലെ. കണ്ണിലും മൂക്കിലും പെട്ടെന്നൊരെരിവ്, ഉള്ളി എരിഞ്ഞതുപോലെ. ടിയർ ഗ്യാസ് കാറ്റത്ത് പടർന്നെത്തിയിരിക്കുന്നു. കണ്ണ് തിരുമി ആരോ നനഞ്ഞ കർച്ചീഫ് കണ്ണിൽ പൊത്തിത്തന്നു. കുളിർമയും സുഖവും തോന്നി. ഇരുമ്പു തൊപ്പിയും ഗ്യാസ് മാസ്കും ധരിച്ച അധികായന്മാരായ പോലീസുകാർ കൈകോർത്ത് പിടിച്ചു നിൽക്കുന്നു. ജനക്കൂട്ടത്തെ പിന്നോക്കം തള്ളിക്കൊണ്ട് കുറച്ചപ്പുറത്തേക്ക് നീങ്ങി സോർബോണിൻ്റെ വശങ്ങളിൽ ടിയർ ഗ്യാസ് ഷെല്ലുകൾ നിറച്ച തോക്കുമായി നിരന്നു നിൽക്കുന്നു. ജാൻഡെർമറിൻ്റെ ജീപ്പും അപരിചിത വാഹനങ്ങളും സഹായത്തിനുണ്ട്. പിൻവശത്ത് ഗേറ്റിന് പിറകിൽ വാടിയ മുഖം പൊത്തി നിൽക്കുകയാണ് വിശ്വവിഖ്യാതമായ സർവകലാശാല. പോലീസുകാരുടെ കൈച്ചങ്ങല തകർത്തുകൊണ്ട് അണമുറിഞ്ഞ വെള്ളം പോലെ മുന്നേറുന്നു വിദ്യാർത്ഥികൾ. പോലീസുകാർ ബന്ധപ്പെട്ട് പിൻവാങ്ങുന്നു. ടിയർ ഗ്യാസ് ഷെല്ലുകൾ തുരുതുരാ വന്ന് വീഴുന്നു. കൂട്ടത്തിൽ നിന്നൊരുവൻ മുന്നോട്ട് കുതിച്ച് കരിങ്കല്ല് വിരിച്ച തെരുവിൽ വീണുള്ള ഷെല്ലുകൾ ഷൂസ് കൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്നു. വെടിയുണ്ടകൾക്കിടയിൽ ഓടി നടന്ന ജോർവ എന്ന യുവാവിനെ പോലെ സെർബോണിൻ്റെ അങ്കണത്തിൽ പ്രതിഷ്ഠിച്ച കറുത്ത പ്രതിമ മനസ്സിലുദിക്കുന്നു. അതിൻ്റെ പീഠത്തിൽ പതിച്ച ട്രോട്സ്കിയുടെയും മാവോവിൻ്റെയും പടങ്ങൾ. ട്രോട്സ്കിയും മാവോവും തോളോട് ചേർന്ന്. എന്തോരു വൈരുദ്ധ്യം! ആരോ ഊക്കോടെ പിടിച്ചൊരു തള്ള്. തിരിഞ്ഞു നോക്കാൻ കഴിയും മുമ്പ് ജനപ്രഭാഗത്തിൽ ഒഴുകുന്നു. ഓടുകയാണ് സകലരും പ്രാണഭയത്തോടെ. എവിടെയോ വെടി പൊട്ടുന്നുണ്ട്. പാറ വെടിവെക്കുന്നത് പോലെ ബോംബുകളും. ചെവിയും തലച്ചോറും പിളരുന്നു. ഉടൽ സ്റ്റീം റോളറിനടിയിൽപ്പെട്ടതുപോലെ. ഓടുന്നവരുടെ കൂടെ ഓടുന്നു. എങ്ങോട്ടെന്നില്ലാതെ, എന്തിനെന്നില്ലാതെ. ജീവിതം അർത്ഥശൂന്യമാണെന്ന് പറഞ്ഞു നടക്കുന്നവർ അപായത്തിൽ നിന്ന് ഓടി അകലുന്നു. കിതപ്പൊന്നു മാറിയപ്പോൾ സ്ഥലകാലബോധം തിരിച്ചു കിട്ടുന്നു. പാൻറ്റിയോണിൻ്റെ ചവിട്ടുകല്ലിന്മേലാണ് ഇരിക്കുന്നത്. നരച്ച കൂറ്റൻ കെട്ടിടത്തിൻ്റെ മുൻവശത്തെ ഹാൾ ശബ്ദമുഖരിതമാണ്. ഗ്രീസിലെ പുരാതന സൗധങ്ങളെ ഓർമ്മിപ്പിക്കുന്ന വലിയ തൂണുകളുടെ കടക്കിലിരുന്ന് യുവമിഥുനങ്ങൾ സല്ലപിക്കുകയാണ്. പ്രേമമുദ്രകൾ കൈമാറുകയാണ്. രണ്ടേ രണ്ട് തെരുവപ്പുറത്ത് നടക്കുന്നതൊന്നും തങ്ങളെ ബാധിക്കുന്നതല്ലെന്ന മട്ടിൽ. പുതിയ തലമുറയുടെ മറുതല. മുഖം ചുളിക്കാതെ കഴിക്കാൻ പണിപ്പെടുന്ന കെട്ടിടത്തിൻ്റെ ഉള്ളിലേക്ക് നടക്കുമ്പോൾ ചിരി വരുന്നു. ലോകത്തെ അഴിച്ചുമണിയാൻ ശ്രമിക്കുന്ന മഹാത്മാക്കളാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. പ്രപഞ്ചത്തെ വ്യാഖ്യാനിക്കാൻ, ജീവിതത്തെ കൂടുതൽ ധന്യമാക്കാൻ തങ്ങളെ തന്നെ ഒഴിഞ്ഞു വെച്ചവർ. റൂസോ, വോൾട്ടയർ, യൂഗോ, എമിലി സോളോ. അവരുടെയെല്ലാം സ്വപ്നങ്ങൾക്ക് എന്തു പറ്റി? മനുഷ്യനെന്ന നഗ്നവാനരൻ ആ പൂമാലകളൊക്കെ പിച്ചു ചീന്തി കളഞ്ഞില്ലേ? മണ്ണിനടിയിൽ കിടന്ന് അവരിപ്പോൾ ചിരിക്കുകയാവും. തങ്ങളുടെ നെഞ്ചത്ത് കയറ്റിവെച്ച ഭാരിച്ച ശവകുടീരങ്ങളെ വന്ദിക്കാൻ ഒന്നോ ഒന്നരയോ ഫ്രാങ്ക് കൊടുത്ത് കടന്നു വരുന്നവരെ നോക്കി ഒച്ചയില്ലാതെ ഉറക്കച്ചിരിക്കുകയായിരിക്കും ഭാവസന്ദർശകർ. എല്ലാം ചുറ്റി നടന്നു കണ്ട് സ്വർഗഗോപുരത്തിലേക്കുള്ള പടികൾ കയറുമ്പോൾ സ്വയം കബളിപ്പിക്കും. സ്വർഗരാജ്യത്തിലേക്കുള്ള സോപാനങ്ങളാണിതെന്ന്. 465 പടിയും ചവിട്ടിക്കയറി മുകളിലെത്തുമ്പോഴാണ് മനസ്സിലാവുക ആകാശത്തിലേക്കുള്ള ദ്വാരം വലിയൊരു കുംഭഗോപുരം കൊണ്ട് അടച്ചു മുദ്രവെച്ചിരിക്കുകയാണെന്ന്. ആകെ നേടിയത് കിതപ്പ്, ചിലപ്പോൾ ഹൃദയസ്തംഭനവും മാത്രമാണെന്നും. അവസാനത്തെ പടി കയറി കഴിയുമ്പോഴേ അത് ബോധ്യമാവും. അതുവരെയും കയറും. ജീവിതത്തിൻ്റെ ദുരന്തം അതാണ്. ജലമല്ലെന്ന സത്യം അറിഞ്ഞിട്ടും മരീചികയെ പിന്തുടരുന്നവനാണ് മനുഷ്യൻ. അഥവാ പിന്തുടരാനുള്ള കൗതുകം കൊണ്ട് മാത്രമല്ലേ സത്യമറിഞ്ഞിട്ടും അറിയില്ലെന്ന് നടിക്കുന്നത്? ആവോ? എല്ലാം ഒരു പ്രകേളികയായി അവശേഷിക്കുന്നു. അതിനുത്തരം കണ്ടെത്താൻ മെനക്കെടാതെ വന്നപാടി ചന്തമെന്ന രീതിയിൽ ജീവിക്കുകയാണ് ലാഭകരം, സുഖകരം.
തല പുകയില്ലെന്ന മെച്ചമെങ്കിലും ഉണ്ടല്ലോ. കീശയിൽ നിന്നൊരു കഞ്ചാവ് സിഗരറ്റ് വലിച്ചെടുക്കുന്നു. സാവധാനത്തിൽ തീ കൊളുത്തി ദീർഘമായ ഉള്ളിലേക്ക് പുക വലിച്ചെടുത്ത് ശക്തിയോടെ കെട്ടിടത്തിൻ്റെ ഉള്ളിലേക്ക് ഊതുന്നു. അവജ്ഞയോടെ, അതിലേറെ സഹതാപത്തോടെ. എൻ്റെ പ്രിയപ്പെട്ട റൂസോ, എൻ്റെ പ്രിയപ്പെട്ട വോൾട്ടേറെ, നിങ്ങൾ ലോകത്തെയും മനുഷ്യനെയും നന്നാക്കാൻ ശ്രമിക്കുന്നതിന് പകരം കഞ്ചാവ് വലിച്ച് ആനന്ദിച്ച് ജീവിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്കെങ്കിലും അതൊരു നേട്ടമായേനെ. കഞ്ചാവിനെക്കുറിച്ച് ഓർത്തപ്പോൾ പെട്ടെന്ന് കസേരയിൽ നിവർന്നിരുന്നു. ഉറക്കത്തിൽ ദാഹിച്ച് ഞെട്ടിയുണരുന്നത് പോലെ. കുറേ നാളായി വലിച്ചിട്ട്. ഗ്രാൻഡ്പാ കുറുപ്പിൻ്റെ വീട്ടിൽ വെച്ച് അന്നൊരു രാത്രി വലിക്കാനൊരുങ്ങി നിർത്തിയതാണ്. പിന്നെ തൊട്ടിട്ടില്ല. ശബ്ദമൊന്നും ചെയ്തിട്ടില്ലെങ്കിലും കീശയിൽ കൈയിടുമ്പോൾ എന്തുകൊണ്ടോ വേണ്ടെന്ന് തോന്നും. ഇന്ന് വേണോ? ഇന്ന് നിർത്താം. രാജിയുടെ അമ്മയുടെ വിഷാദം നിറഞ്ഞ മുഖം. രാജിയുടെ അശോകൻ്റെ കാര്യം ഒന്നുമായില്ല. അവന് ഇടയിളക്കമുണ്ടോ? ഗുരു ഒരഭിപ്രായവും പറഞ്ഞില്ല. അപ്പോൾ പിന്നെ ഗുരുവിനോടൊന്നും ചോദിക്കാൻ നിവർത്തിയില്ല. ആളാകെ ബേജാറായിരിക്കുകയാണല്ലോ. പ്രിയ ഉറക്കം തന്നെയാണ്. ജനലിലൂടെ ഒരു നിഴൽ കടന്നുപോയി. തിരിഞ്ഞു നോക്കിയപ്പോൾ സുജാക്കാണ്. ചുണ്ടിൽ സിഗരറ്റുണ്ട്, കയ്യിൽ കഞ്ചാവ് കാണും. ഒരു ദം എടുത്താലോ? വേണ്ട, നിർത്തിവെച്ചത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. യു ഗോയിങ് സ്ക്വയർ വൈസ് മാൻ? അശോക് ചോദിച്ചു. ഓ, അവൻ വരാമെന്ന് പറഞ്ഞിരുന്നല്ലോ. കണ്ടില്ല. ടൈം പീസിൽ 3:30 എത്തേണ്ട സമയമായി. കാറുണ്ടാവുമോ? ഇല്ലെങ്കിൽ ഗുരുവിൻ്റെ ജീപ്പ് എടുക്കണം. ഗുരു പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടാവില്ല. പക്ഷെ ഗുരുവിൻ്റെ ജീപ്പും കൊണ്ട് ഇങ്ങനെയൊരു കാര്യത്തിന് ഗുരു അറിയില്ല. എങ്കിലും കറുപ്പ് എങ്ങനെയായിരിക്കും? ഭക്ഷിക്കാം, പുകയ്ക്കാം. പുകയ്ക്കലാണത്രേ കൂടുതൽ രസം. കുറേ ദിവസമായി അശോക് ശ്രമിക്കുന്നു. പരമരഹസ്യമായി വേണമല്ലോ. ഇന്നൊക്കുമായിരിക്കും. ആവോ, അവിടെ ചെല്ലുമ്പോഴേ അറിയൂ. അവിടെ എവിടെ? അശോകിന് പോലും അറിയില്ല. മൂന്നാമൻ ബുക്കിറ്റിങ്കിൽ കാത്തു നിൽക്കുന്നുണ്ടാവും. അവിടുന്ന് ഇങ്ങോട്ട് അയാൾ നോക്കിക്കോളും. പോണോ? പോണ്ടേ? സംശയം ഇനിയും തീർന്നിട്ടില്ല. കഞ്ചാവ് നിർത്തിയ സ്ഥിതിക്ക് മറ്റൊന്നിലേക്ക് തിരിയണോ? അതിന് കഞ്ചാവ് സ്ഥിരമായിട്ടൊന്നും നിർത്തിയിട്ടില്ലല്ലോ. വേണമെങ്കിൽ വീണ്ടും തുടങ്ങാം. പക്ഷേ തുടങ്ങണമെന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ചും ഐ ഹാവ് ഗിവൺ അപ്പ് ഗ്രാസ്. വാട്ട്? പ്രിയയുടെ ചലനങ്ങളിൽ നിന്ന് നോട്ടം പിൻവലിച്ച് രാജി ചോദിക്കുന്നു. വാട്ട് ഡിഡ് യു സേ? ഞാൻ കഞ്ചാവ് വലി നിർത്തി. ഓ, അവൾ ടേപ്പ് റെക്കോർഡറിൻ്റെ ഒച്ച താഴ്ത്തുന്നു. നിർത്തിയോ? ശരിക്കും? ഉവ്, അത് നന്നായി. കൂടുതലൊന്നും പറയുന്നില്ല. പാട്ടിൻ്റെ ഒച്ച വർദ്ധിപ്പിച്ച് പ്രിയയുടെ ചലനങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു. കൂടുതലൊന്നും പറഞ്ഞില്ലെങ്കിലും അവൾക്ക് വളരെ വളരെ സന്തോഷമായ മുഖഭാവം വിളിച്ചു പറഞ്ഞിരുന്നു. കണ്ണുകളിലെ തിളക്കവും മുഖത്തെ പ്രസന്നതയും വ്യക്തമാക്കിയിരുന്നു. പ്രിയയെ പഠിപ്പിക്കുകയല്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും കൂടുതൽ ചോദിച്ചേനെ, പറഞ്ഞേനെ. ഉവ്വോ, താൻ കഞ്ചാവ് വലി നിർത്തിയാൽ അവൾക്കതിനെന്ത് താല്പര്യം തോന്നണം? താല്പര്യം? ഓ, താല്പര്യം ഇപ്പോൾ തീരെ ഇല്ലാത്ത മട്ടാണ്. സംസാരിക്കുന്നതേ ചുരുക്കം. അടുത്തു മുട്ടിയാൽ ഒഴിഞ്ഞു മാറുകയാണ് പതിവ്. സമാന ധ്രുവം അടുത്തണയുമ്പോൾ കാന്തസൂചി ഞെട്ടി നീങ്ങുന്നത് പോലെ. ഒരു വ്യത്യാസം മാത്രം. താൻ സമാന ധ്രുവമല്ല, വിരുദ്ധ ധ്രുവമാണല്ലോ. ഇന്നലെ പോലും. അത് പിന്നെ പ്രിയയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ടാണെന്ന് കരുതാം. കുട്ടി കിടപ്പായതിൽ പിന്നെ രാജിയുടെ മട്ടാകെ മാറിയിരിക്കുന്നു. നിത്യവും രാവിലെ വരും, അവളുടെ അടുത്തേയിരിക്കും. പാലും റൊട്ടിയും മരുന്നുമൊക്കെ കൊടുക്കുന്ന രാജിയാണ്. ഉച്ചയ്ക്കേ തിരിച്ചു പോവും. ഉച്ച തിരിഞ്ഞു വരും. ഗുരു നിർബന്ധമായി വിലക്കിയത് കാരണമാണ് ചില ദിവസമെങ്കിലും വരാതിരിക്കുന്നത്. മൂപ്പർക്ക് അത്ര ഇഷ്ടമല്ല. ഒരു തരത്തിലും അനിരെ ബുദ്ധിമുട്ടിക്കരുതെന്നാണ്. ഇതൊരു ബുദ്ധിമുട്ടല്ല, രാജി പറഞ്ഞു. എനിക്കിഷ്ടമാണ്. രാവിലെ വരുന്നുണ്ടല്ലോ, അത് തന്നെ ധാരാളമായി. ഉച്ച തിരിഞ്ഞ് അവൾ ഉറങ്ങിക്കോളും. പിന്നെന്തിനാ ബുദ്ധിമുട്ടുന്നത്? പോരെങ്കിൽ ഞാനുണ്ട്, ജിമ്മുണ്ട്. എന്നാലും ഇതത്ര പ്രയാസമുള്ള കാര്യമല്ലല്ലോ. പ്രിയയ്ക്കും ഇഷ്ടമാണ്. ആ പറഞ്ഞത് ശരിയാണ്. രാജി വന്നാൽ പിന്നെ പ്രിയ ഭദ്രമാണ്. ഒരു വാശിയുമില്ല. നല്ല വാക്ക് പറഞ്ഞ് മരുന്ന് കൊടുക്കാനും രുചിയില്ലെങ്കിലും ഭക്ഷണം കഴിപ്പിക്കാനും രാജിക്കറിയാം. എത്രയായാലും സ്ത്രീയാണല്ലോ. പിന്നെ ധാരാളം കഥകൾ കയ്യിലുണ്ട്. ഇടയ്ക്ക് പാടുകയും ചെയ്യും. മൂളിപ്പാട്ടിനേക്കാൾ ഉച്ചയുയർത്താതെയാണ് പാടുക. കേൾക്കാൻ സുഖമാണ്. ഇന്ത്യൻ സംഗീതത്തെക്കുറിച്ച് തനിക്കൊരു ഗ്രഹിതവുമില്ല. രവിശങ്കറിൻ്റെ സിത്താർ കേട്ട് തലകുലുക്കാറുണ്ടെന്ന് മാത്രം. എങ്കിലും രാജിയുടെ പാട്ട് കേൾക്കാൻ ഇമ്പം തോന്നി. സ്വരമാധുരി കൊണ്ടാണോ അതോ കുറച്ചും കൂടി ഉറക്കെ പാടാമോ? ഇന്നലെ അബദ്ധത്തിൽ ചോദിച്ചു. പുറത്തു വാതിൽക്കൽ പതുങ്ങി നിന്നു കേൾക്കുകയേ പതിവുള്ളൂ. രാജി അറിയാറേയില്ല. ഇന്നലെ രണ്ടും കൽപ്പിച്ച്
അകത്ത് കടന്ന് അടുത്തു ചെന്ന് ചമ്രം പടിഞ്ഞിരുന്നു. കുറച്ചും കൂടി ഉറക്കെ, പ്ലീസ്. രാജി പെട്ടെന്ന് പാട്ട് നിർത്തി. തുടരൂ. അവളില്ലെന്ന് തലയാട്ടി. പ്ലീസ് തുടരൂ. ഇല്ല, എനിക്ക് പാടാനൊന്നും അറിയില്ല. അവളുടെ സ്വരം വികാരരഹിതമായിരുന്നു. പ്രിയയ്ക്ക് വേണ്ടി ചിലത് മൂളിയതാണ്. മറ്റാരും കേൾക്കുന്നത് എനിക്കിഷ്ടമല്ല. എന്താ അങ്ങനെ പറയുന്നത്? രാജി നന്നായി പാടുന്നുണ്ടല്ലോ. സ്വരം മധുരവുമാണ്. ദയവ് ചെയ്ത് മോസ്തുതി പറയാതിരിക്കോ. സത്യം എനിക്ക് തന്നെ അറിയാം. ഒളിഞ്ഞു നിന്ന് കേൾക്കുകയായിരുന്നു അല്ലേ? അതെനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. ഒട്ടും തന്നെ. ഹിമക്കട്ടകളേക്കാൾ തണുത്ത വാക്കുകൾ. ഇഷ്ടമാവില്ലെന്ന് ഞാൻ വിചാരിച്ചില്ല. ആത്മാർത്ഥമായിട്ടാണ് ഞാൻ പറഞ്ഞത്. രാജിക്ക് നന്നായി പാടാനറിയാം. പ്ലീസ് ജിം, എഴുന്നേറ്റ് പോവൂ. സംസാരിക്കാനുള്ള മനോനിലയിലല്ല ഞാനിപ്പോൾ. എന്നെ ശല്യപ്പെടുത്താതിരിക്കൂ. ഗഥ കൊണ്ട് തലയ്ക്ക് അടി കിട്ടിയതുപോലെ തോന്നി. ശല്യപ്പെടുത്താതിരിക്കൂ. അപ്പോൾ താൻ അവൾക്കൊരു ശല്യമാണ്. മാപ്പ്. പൊടുന്നനെ എണീറ്റ് പുറത്തേക്ക് പോന്നു. ശല്യപ്പെടുത്താതിരിക്കൂ. കൂടമ്പിനേക്കാൾ മൂർച്ചയുള്ള കുന്തം. മുറിവേറ്റ മാനിനെ പോലെ ഓടണമെന്ന് തോന്നി. മുറിവേൽപ്പിക്കുന്ന വാക്കുകളാണ് രാജി പറഞ്ഞത്. ശല്യപ്പെടുത്താതിരിക്കൂ. താൻ മുഖസ്തുതി പറയുക മാത്രമാണെന്ന് അവൾ ആത്മാർത്ഥമായും കരുതുന്നുണ്ടോ? അതോ മനഃപൂർവ്വം അങ്ങനെ പറഞ്ഞതാണോ? തന്നെ ആട്ടി അകറ്റാൻ? അല്ലെങ്കിൽ വിമ്മിഷ്ടം കൊണ്ട് പറഞ്ഞതാണോ? വിമ്മിഷ്ടമുണ്ടാവും. ഉണ്ട്. അശോകൻ്റെ കല്യാണാലോചന, പ്രിയയുടെ സൂക്കേട്, വിമ്മിഷ്ടം നന്നേയുണ്ട്. അതുകൊണ്ട് മാത്രമാണോ തന്നോടിങ്ങനെ പരുഷമായി പെരുമാറുന്നത്? ഇതിനൊക്കെ മുമ്പ് തന്നെ തുടങ്ങിയതല്ലേ ബീച്ചിൽ വെച്ച്? ഓ, അതൊന്നും ആലോചിക്കണ്ട എന്ന് വിചാരിച്ചാലോ ആലോചിച്ചു പോകുന്നു. എത്ര അകലെ കൊണ്ടുപോയി വിട്ടാലും സ്വന്തം കൂട്ടിലേക്ക് മടങ്ങി വരുന്ന പ്രാവിനെ പോലെ ചിന്ത ഒരേ ബിന്ദുവിലേക്ക് തിരിച്ചു വരുന്നു. അറിഞ്ഞിരുന്നിട്ടും അതിജീവിക്കാൻ കഴിയാത്ത ദൗർബല്യം. പുസ്തകം മേശപ്പുറത്ത് വെച്ച് എഴുന്നേറ്റ് ജനാലയ്ക്കൽ ചെന്ന് നിന്നു. പുറത്ത് പിൻവശത്ത് മുറ്റത്ത് താന്തപത്രത്തിൻ്റെ താളുകളിൽ എന്തോ ചിലത് ഉണക്കാനിട്ടിരിക്കുന്നു. മുളക്, കടുക്. അടുക്കള വാതിൽക്കൽ സ്റ്റൂളിന്മേലിരുന്ന് തല ചീവുകയാണ് ആച്ചി. മുറ്റത്തിന് വിലങ്ങിനെ കെട്ടിയ കയറുകളിൽ വസ്ത്രങ്ങൾ ഉണങ്ങാനിട്ടിരിക്കുന്നു. കൂട്ടത്തിൽ തൻ്റെ ഷർട്ടുകളുമുണ്ട്. താൻ തന്നെ കഴുകിയിടുകയാണ് പതിവ്. ഈയിടെയായി ആച്ചി ഏറ്റെടുത്തിരിക്കുന്നു. ഉള്ളിലെ വിചാരങ്ങളും വികാരങ്ങളും ഇതേപോലെ ഇടയ്ക്കൊന്ന് അലക്കണം, വെയിലത്തിടണം. മറ്റുള്ളവരെ ഏൽപ്പിക്കാൻ പറ്റില്ല. അവനവൻ തന്നെ ചെയ്യണം. മനോരാജ്യം കാണുക എളുപ്പമാണ്. പക്ഷേ ഉള്ളിലുണരുന്ന ചിന്തകളെ, തോന്നലുകളെ, സംശയങ്ങളെ അപഗ്രഥിക്കുക എളുപ്പമല്ല. അതിനുള്ള ശ്രമങ്ങൾ മനോരാജ്യത്തിൽ ചെന്ന് ലയിക്കുകയാണ് പതിവ്. അതാണ് തൻ്റെ പരാജയം. ഗുരു പറയും, സാരമില്ല ജിം, തുടക്കത്തിലിത് സാധാരണയാണ്. ഇത്രകാലം ശ്രമിച്ചിട്ടും എനിക്കിനി മനോരാജ്യത്തിൻ്റെ പിടിയിൽ നിന്നും മുക്തി കിട്ടിയിട്ടില്ല. എല്ലാ മനോരാജ്യങ്ങളും അവസാനിക്കുക, എല്ലാ ഓർമ്മകളും കെടുക, എല്ലാ അറിവുകളും അകലുക. അങ്ങനെ ജീവിതം മൗലികമായൊരു പരിവർത്തനത്തിന് വിധേയമാവുക. അത് തീർച്ചയായും എളുപ്പമല്ല. മനസ്സിൻ്റെ ഏകാധിപത്യം തകർക്കുക ക്ഷിപ്രസാധ്യമല്ല, എന്നാൽ അസാധ്യവുമല്ല. പ്രയത്നിക്കണം, പിന്നെയും പിന്നെയും പ്രയത്നിക്കണം, അത്രമാത്രം. മനസ്സെന്നത് കഴിഞ്ഞ കാലത്തെ അനുഭൂതികളുടെ ആകത്തുകയാണ്. അതിൻ്റെ ഉരുക്കുമുഷ്ടിയിൽ നിന്നും വിമോചനം നേടാതെ മൗലികമായ യാതൊരു പരിവർത്തനവും സാധ്യമല്ല. കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സംശയം തോന്നും. മറ്റനേകം തത്വചിന്തകന്മാരെ പോലെ, അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അഭിമാനിക്കുന്ന അരക്കിറുക്കന്മാരായ ഫിലോസഫി പ്രൊഫസർമാരെ പോലെ സ്വയം മനസ്സിലാവാത്ത വാഗ്ജാലത്തിൽ ഒളിക്കുകയല്ലേ ഗുരുവും ചെയ്യുന്നത്? ജീവിതത്തിലെ പരമമായ സത്യം സരസവും ലളിതവുമായിരിക്കുമെന്ന് തനിക്ക് ബോധ്യമുണ്ട്. അതിലേക്കുള്ള മാർഗം ഋജുവുമായിരിക്കും, സംശയമില്ല. ആ മാർഗമാണ് കണ്ടെത്തേണ്ടത്. തത്വചിന്തയുടെ രോമക്കെട്ടിൽ കൂത്തുമറിഞ്ഞതുകൊണ്ട് ഒരു പുണ്യവുമില്ല. അതിലും ഭേദം കഞ്ചാവിൻ്റെയും SLDയുടെയും സൈക്കഡലിക് ലോകത്തേക്ക് തിരിച്ചു പോവുകയാണ്. മറ്റൊരു തരത്തിൽ കുറേ കൂടി അനായാസമായ രീതിയിൽ മനസ്സിൻ്റെ വിഘടനം തന്നെയല്ലേ മയക്കുമരുന്നുകളും സാധിക്കുന്നത്? ആധ്യാത്മിക പാരമ്പര്യത്തിൻ്റെ കണ്ണി ഒരിക്കലും അറുത്തു കളഞ്ഞിട്ടില്ലാത്ത പൗരസ്ത്യർക്ക് ആന്തരിക സമ്മർദ്ദങ്ങളിൽ നിന്നും വിമോചനം നേടാൻ ധ്യാനവും മനനവുമൊക്കെ മതിയാവുമായിരിക്കാം. എന്നാൽ പാശ്ചാത്യ ഹൃദയങ്ങളിൽ ആധ്യാത്മികതയുടെ മെഴുകുതിരി എന്നേ കെട്ടിരിക്കുന്നു. ബാക്കിയുള്ളത് കരിയും ചെളിയും മാത്രമാണ്. കോൺക്രീറ്റ് പോലെ ഉറഞ്ഞുലച്ച മാലിന്യം. അത് പാറ പോലെ വെടിവെച്ച് പൊളിക്കുക തന്നെ വേണം. ബ്ലോ ദ മൈൻഡ് മാൻ. അതെ, എന്തിനു വേണ്ടെന്ന് വെക്കുന്നു? പുറത്തിറങ്ങിയാൽ ആദ്യം ചെയ്യുക ഒരു ജോയിൻ്റ് പുകയ്ക്കുകയാണ്. അശോകൻ എത്തിയിട്ടില്ല. സമയം 3:45. എന്താ ഇവൻ എത്താത്തത്? ഗുരുവും ഉണർന്നിട്ടില്ലെന്ന് തോന്നുന്നു.
പെട്ടെന്ന് ധൃതി തോന്നി. ഒന്ന് പുകയ്ക്കണം, എന്നിട്ട് മറ്റു കാര്യം. സഞ്ചിയിലിരിപ്പുണ്ട്. പറമ്പിലേക്കിറങ്ങി കായലിൻ്റെ വക്കത്ത് ചെന്നിരുന്നു. വലിക്കാം. അലയില്ലാത്ത വെള്ളത്തിൽ വെയിൽ വീണു മയങ്ങുന്നത് കണ്ടിരിക്കാൻ രസമാണ്. മനസ്സിലെ വൈക്ലഭ്യമെല്ലാം പറവറക്കും. തിരിച്ച് കസേരയിൽ തന്നെ വന്നിരുന്നു. പ്രിയ അല്ലലില്ലാതെ ഉറങ്ങുന്നു. മനസ്സ് വളരെ മ്ലാനമാണ്. ഒരുപക്ഷെ കഞ്ചാവ് ഉപേക്ഷിച്ചത് കൊണ്ടുകൂടിയാവാം ഈ മ്ലാനത, അല്ലേ? അതെ, ആവണം. ഒറ്റ പുകയിൽ ഊതിപ്പറപ്പിക്കാൻ കഴിയാത്ത ദുഃഖങ്ങളൊന്നും തന്നെ തനിക്ക് നേരിട്ടിട്ടില്ല. വാസ്തവത്തിൽ ഒരു ദുഃഖവും നേരിട്ടിട്ടില്ല. വെറുതെ തോന്നുകയാണ്. നിസ്സാര സംഭവങ്ങൾ പോലും ഉള്ളിലിങ്ങനെ ഭയാനകമായ ആഘാതങ്ങൾ സൃഷ്ടിക്കുകയോ? പാടില്ല. ജീവിതത്തിലെ ബന്ധങ്ങളിലെ പൊരുത്തക്കേടുകൾ ഒക്കെയും ലാഘവത്തോടെയാണ് നേരിടാറുള്ളത്. ഇപ്പോൾ അതിന് കഴിയുന്നില്ല. മനസ്സിൻ്റെ ശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. പകരം വിഖുലത കടന്നുകൂടിയിരിക്കുന്നു. ഒരൊറ്റ പുക ചെന്നാൽ മതി, എല്ലാം ഭദ്രമാവും. കഞ്ചാവ് നിർത്തിയത് അബദ്ധമായി. ഒന്നും നേടിയില്ല. നഷ്ടം പലതുണ്ട് താനും. ഒന്നും ചിരിച്ചു തള്ളാനാവുന്നില്ല. രാജിയുടെ അവഗണന. വാസ്തവത്തിൽ രാജി തന്നെ അവഗണിക്കുന്നുണ്ടോ? എല്ലാം തൻ്റെ തോന്നൽ മാത്രമല്ലേ? രസം പോയ കണ്ണാടിയിൽ പ്രതിഫലിക്കുന്നതൊക്കെ മങ്ങിയിരിക്കും. അതേപോലെ ആവോ? അതും തീർച്ചയില്ല. സ്വന്തം മനസ്സിൻ്റെ തകരാറാണെങ്കിൽ മറ്റുള്ളവരിലൊന്നും അത് ബിംബിച്ച് കാണുന്നില്ലല്ലോ. അപ്പോൾ അവൾ മാറിയിട്ടുണ്ട്. കേവലം തോന്നലല്ല, മാറിയിട്ടുണ്ട്. പിന്നോക്കം ചാരിയിരുന്ന് കണ്ണുകൾ അടച്ചു. മാറ്റത്തിൻ്റെ തുടക്കം അവിടെ വച്ചാണ്. ഞാനും പോകുകയാണ്, രാജി പറയുന്നു. നേരത്തെ മടങ്ങിച്ചെല്ലാമെന്ന് അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. അപ്രതീക്ഷിതം. നിരാശ തോന്നുന്നു. വയറ്റത്താരോ മുഷ്ടി ചുരുട്ടി ഇടിച്ചതുപോലെ. വൈകുന്നേരം മടങ്ങിയാൽ പോരെ? വിവരം ഗുരു വീട്ടിലറിയിച്ചു കൊള്ളും. അതുപോരെ? രാജിയുടെ കണ്ണുകളിൽ സംശയം, അല്ല ആശങ്ക. വെയിലുകൊണ്ട് തുടുത്ത കവിൾ സൺകിസ്റ്റ് മധുര നാരങ്ങ പോലെ. പോകരുതേ രാജി, പോകരുതേ. എനിക്ക് കുറേയേറെ സംസാരിക്കാനുണ്ട്. പറയുന്നത് ഉള്ളിൽ മാത്രം, പുറത്തേക്ക് വരുന്നില്ല. പതിവില്ലാത്ത അധീരത. ലജ്ജ കൊണ്ടല്ല, ഭയം കൊണ്ടല്ല. ഒന്നുകൂടി ആലോചിച്ചാൽ അവൾ തീരുമാനം മാറ്റുമോ എന്ന് തീർച്ച തോന്നാത്തത് കൊണ്ട് മാത്രം. ഹിപ് ഹിപ് ഖുറേ. പ്രിയ നിൽക്കുന്നുണ്ടെങ്കിൽ ശരി. പ്രിയയ്ക്ക് വേണ്ടിയല്ല, തനിക്ക് വേണ്ടിയാണെന്ന് കരുതി. പ്രിയ ഒരു കാരണം മാത്രം. പൊട്ടാറായ കമ്പി അയച്ചതുപോലെ ആശ്വാസം. അശോകിൻ്റെ കൂടെ തെങ്ങിൻ തോപ്പിലേക്ക് സമാധാനത്തോടെ. പക്ഷേ എന്തുകൊണ്ടാവും പെട്ടെന്ന് മനസ്സ് മാറ്റിയത് രാജി? സുഖമായി നീന്തി ഗുരുവിനോട് നുണ പറഞ്ഞു. എന്തേ രാജി പെട്ടെന്ന് മടങ്ങിപ്പോവാൻ? ചോദിക്കാൻ പലകുറി നാക്കത്ത് വന്നതാണ്. ചോദിച്ചില്ല. ധൈര്യമില്ലാഞ്ഞിട്ടല്ല, സന്ദർഭം കിട്ടാഞ്ഞിട്ടല്ല, വ്യർത്ഥമാണെന്ന് തോന്നിയതുകൊണ്ട്. വാതിലടച്ചു കഴിഞ്ഞു. പിന്നെ കാരണം ചോദിച്ചിട്ട് എന്തു പുണ്യം? വാതിൽ തനിക്കുള്ളതല്ല എങ്കിൽ അടയ്ക്കുമായിരുന്നില്ല. ഈ വാതിൽ നിനക്ക് വേണ്ടിയുള്ളതായിരുന്നു, ഇനി ഞാൻ അടയ്ക്കുകയാണ്. ഗുരു ഉദ്ധരിച്ച കഥ താൻ വായിച്ചിട്ടില്ല. കെട്ടിടത്തിൻ്റെ തുറന്നിട്ട വാതിലിന് മുൻപിൽ കാവൽക്കാരൻ. പുറത്തു നിൽക്കുന്ന നാടൻ അകത്ത് കിടക്കാൻ അനുമതി ചോദിക്കുന്നു. മറുപടി ഇപ്പോൾ പറ്റില്ല, പിന്നീട് എപ്പോഴെങ്കിലും ആവട്ടെ. നാടൻ കാത്തിരിക്കുന്നു. കയ്യിലുള്ളതൊക്കെ കാവൽക്കാരന് കൈമുടക്ക് കൊടുക്കുന്നു. ഒരു ഫലവുമില്ലാതെ കാത്തിരുന്നു മരിക്കാനാവുമ്പോൾ നാടൻ ചോദിക്കുന്നു, കാവൽക്കാരാ, എല്ലാവരും ഉള്ളിൽ കടക്കാൻ ശ്രമിക്കുന്നവരല്ലേ? പക്ഷെ ഇക്കണ്ട കാലത്തിനിടയ്ക്ക് ഞാനല്ലാതെ ആരും പ്രവേശനം തേടി വന്നിട്ടില്ലല്ലോ. കാവൽക്കാരൻ മറുപടി പറയുന്നു, നിനക്കല്ലാതെ മറ്റാർക്കും ഈ വാതിലൂടെ അകത്ത് കടക്കാൻ പറ്റില്ല. കാരണം ഈ വാതിൽ നിനക്ക് വേണ്ടി ഉള്ളതായിരുന്നു. ഇനി ഞാനത് അടയ്ക്കുകയാണ്. എന്തൊരത്ഭുതമായ കഥ! വേദപുസ്തകത്തിലെ ദൃഷ്ടാന്തങ്ങൾ പോലെ എത്തിച്ചേരാത്തിടത്തേക്കുള്ള നിരർത്ഥകമായ സാഹസിക യാത്രയാണ് ജീവിതം. എത്ര പ്രയത്നിച്ചാലും എന്തെല്ലാം ത്യാഗം സഹിച്ചാലും പരമലക്ഷ്യം പ്രാപിക്കാൻ കഴിയില്ലെങ്കിൽ ജീവിതമെന്നത് അസംബന്ധമല്ലേ? പൗരസ്ത്യ ദർശനങ്ങളും ചെന്നെത്തുന്നത് ഈ ഊരാക്കുടുക്കിൽ തന്നെയാണോ? ഗുരോ, ഏത് പുരാണത്തിലുള്ളതാണ് ഈ കഥ? ഇതൊരു പുരാണ കഥയല്ല, നവീന കഥയാണ്. നവീനം, അതെ. പ്രാഗിൽ ജനിച്ച ജൂതൻ എഴുതിയതാണ് ഈ നൂറ്റാണ്ടിൽ. പ്രാഗിൽ ജനിച്ച ജൂതൻ കാഫ്ക? അതെ. കാഫ്കയുടെ കഥകൾ വായിച്ചിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടേ ഉള്ളൂ. എന്നാൽ വായിക്കണം, തീർച്ചയായിട്ടും വായിക്കണം. ആത്മാവിൽ ഉടക്കിപ്പിടിക്കുന്ന ഒരു അനുഭവമാണത്.
ഗുരു തുടർന്നൊന്നും പറഞ്ഞില്ല. എന്തോ ആലോചിച്ചുകൊണ്ട് അങ്ങനെയിരുന്നു. സ്വന്തം ജീവിതത്തിലെ അടഞ്ഞ വാതിലുകളെക്കുറിച്ച് ചിന്തിച്ചതാവാം, അല്ലെങ്കിൽ തുറന്നു വച്ചിട്ടും പ്രവേശനം ലഭിക്കാത്ത വാതിലുകളെപ്പറ്റി. വിചിത്രമായ പ്രതിസന്ധി, ആലോചിക്കും തോറും ഭയപ്പെടുത്തുന്ന സത്യം. അകത്തു പൊരുൾ, പുറത്ത് കാത്തുനിൽപ്പ്. തുറന്ന വാതിലിൽ കാവൽക്കാരൻ. നിനക്ക് വേണ്ടിയുള്ള വാതിൽ, നിനക്ക് മാത്രം വേണ്ടിയുള്ളത്. അത് നീ അറിയുന്നില്ല, അറിയാൻ ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് നിനക്ക് പ്രവേശനമില്ല. ഇങ്ങനെ പുറത്ത് കാത്തു നിൽക്കാൻ വിധിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. അജ്ഞതയുടെ കറുത്ത കണ്ണട വെച്ച കണ്ണുകൾക്ക് ഒന്നും കാണാൻ അല്ല. ജിമ്മു ഉറക്കമാണോ? ഞെട്ടി എഴുന്നേറ്റിരുന്നു. ഗുരുവാണ്, ഒപ്പം പപ്പാടോക്കുമുണ്ട്. ഉറങ്ങുകയായിരുന്നില്ല. ജിം കസേര പൊക്കിയെടുത്ത് കട്ടിലിൻ്റെ സമീപത്തേക്ക് നീക്കി വെച്ചു. ഇരിക്കൂ പപ്പാഡോക്ക്, കുട്ടിക്ക് ഇപ്പോഴും പനിയുണ്ട്. ഷ്, പപ്പാഡോക്ക് താക്കീത് ചെയ്തു. കുട്ടി ഉറങ്ങുകയാണെങ്കിൽ ശല്യപ്പെടുത്തേണ്ട. വിശ്രമം പോലെ ഗുണം ചെയ്യുന്ന മറ്റൊന്നില്ല. ഇന്ന് അളന്നു നോക്കിയോ? ഉവ്, കാലത്ത് ഉച്ചയ്ക്കും ഒരു വ്യത്യാസവുമില്ല. പറയുമ്പോൾ ഗുരുവിൻ്റെ മുഖം അത്യന്തം വിവരണമായിരുന്നു. അത് പറയുമ്പോൾ തനിക്കും ഒരു വിഷമം. സ്വതേ ചാഞ്ചല്യമില്ലാത്ത ആളാണ്, പാറയിൽ ഉറപ്പിച്ച ദീപസ്തംഭം പോലെ. പ്രിയയ്ക്ക് അസുഖം തുടങ്ങിയതോടെ എന്ത് വ്യത്യാസമാണ് വന്നിരിക്കുന്നത്? മുഖത്തും മ്ലാനത സ്ഥിരതാമസമാക്കിയിരിക്കുന്നു. ഭയത്തിൻ്റെ നിഴല് പോലും ഉണ്ടോ? ചിലപ്പോഴെന്ന് തോന്നും. ഒരിക്കൽ കണ്ണുകൾ ഇറനാവുന്നത് പോലും കണ്ടതാണ്. കേട്ടോ മിസ്റ്റർ ഉണ്ണി, എനിക്ക് തോന്നുന്നത് ഇനി വൈകിക്കേണ്ട എന്നാണ്. ബുക്കിറ്റിയങ്കിയിലേക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ കെയിലേക്ക് തന്നെ. പുഷ്പനാഥനും ഉണ്ടല്ലോ അവിടെ. അത്രയ്ക്കൊക്കെ ഉണ്ടോ ഡോക്ടർ? ഗുരുവിൻ്റെ ശബ്ദത്തിലെ ഉത്കണ്ഠയും നിരാശാബോധവും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. മുഖത്തെ ദയനീയ ഭാവവും. ഒരുപക്ഷെ ക്ഷീണം കൊണ്ട് ഉള്ളതിൽ കൂടുതൽ തോന്നിക്കുകയാവാം. ഊണുമുറക്കവും ശരിക്കില്ലാതെ ഗുരു അല്പം പരവശനായിട്ടുണ്ട്. എല്ലാ ചിട്ടകളും തെറ്റിയിരിക്കുന്നു. തലമുടിയിലെ നര വർദ്ധിച്ചതുപോലെ തോന്നും. നെറ്റിയിൽ മുൻപൊരിക്കലും ഇല്ലാതിരുന്ന ചുളിവുകളുണ്ട്. വലിയ തീഷ്ണമായ കണ്ണുകൾ വാടിയിരിക്കുന്നു. പപ്പാഡോക്കും ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? മറുപടി പറഞ്ഞത് നയത്തിലാണ്. അത്രയ്ക്കൊന്നും ഉണ്ടെന്നല്ല. എന്താണെന്ന് ഇതുവരെ ഡയഗ്നൈസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. എന്നാലല്ലേ ചികിത്സിക്കാൻ പറ്റൂ. ഇപ്പോഴിപ്പോൾ വരുന്ന ഫ്ലൂ ഓരോ പുതിയ ജനുസാണ്. ഒരു വൈറസിനെ ഒറ്റപ്പെടുത്തി എടുക്കുമ്പോഴേക്കും മറ്റൊന്നിൻ്റെ പുറപ്പാടാണ്. അതാണ് കുഴപ്പം. അപ്പോൾ കൊണ്ടുപോകുക തന്നെ വേണം. അതാണ് നല്ലത്. ഓരോന്നോരോന്നായി ടെസ്റ്റ് ചെയ്തിട്ടേ ഒരു തീരുമാനത്തിലെത്താൻ പറ്റൂ. എന്നോട് ചോദിച്ചാൽ ബുക്കിറ്റ് തീങ്കിയേക്കാൾ നല്ലത് കെയിലാണ്. അവിടെ ആവുമ്പോൾ എല്ലാ സൗകര്യവും ഉണ്ടല്ലോ. എപ്പോഴാണ് കൊണ്ടുപോകേണ്ടത്? നോക്കട്ടെ, മിനി വരുമ്പോൾ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് കൊണ്ടുവരും. അതും കൂടി നോക്കിയിട്ട് തീരുമാനിക്കാം. ആ ജിം അശോകന എന്നെ കാറിൽ കൊണ്ടുവന്നത്. അവനോട് കാറും കൊണ്ട് പൊയ്ക്കോളാൻ പറയൂ. ഞാൻ തനിച്ചു മടങ്ങിക്കോളാം. കാറ് സരസ്വതിക്ക് വേണ്ടി വരും. ശരി പപ്പാഡോക്ക്, ഞാനും ഒന്ന് പുറത്തിറങ്ങുന്നു ഗുരു. ഓക്കേ. ഒച്ചയുണ്ടാക്കാതെ പുറത്തേക്ക് പോന്നു. പ്രിയേ കോലാലംപൂർക്ക്. പപ്പാഡോക്ക് പറഞ്ഞത് കാര്യമാണ്. അതാണ് നല്ലത്. അവിടെ ആവുമ്പോൾ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. എന്നാൽ ഇതൊരു വല്ലാത്ത പനി തന്നെ. അല്ലെങ്കിൽ ഇക്കാലത്ത് എല്ലാ പനികളും വല്ലാത്തത് തന്നെയാണ്. പണ്ട് ഇത്ര കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പനി വന്നാൽ കുടുംബ ഡോക്ടർ എത്തുന്നു, ചവർപ്പുള്ള ഒരു ദ്രാവകം കുടിക്കാൻ തരുന്നു. 3 ദിവസം കൊണ്ട് മാറുന്നു. ഇപ്പോഴതല്ല, പനി തന്നെ 100,000 തരം. ഓരോന്നിനും ഓരോ വിദഗ്ധൻ, ഓരോ മരുന്ന്. വിദഗ്ധന്മാരും മരുന്നും വർദ്ധിക്കും തോറും രോഗങ്ങളും പെറ്റുപെരുകുന്നു. നായ വാല് കടിക്കാൻ ശ്രമിക്കുമ്പോഴെന്ന പോലെ വികസിച്ചു വരുന്ന വൃത്തത്തിൽ കിടന്ന് വട്ടം കറങ്ങുന്നു. കാറ് മുറ്റത്തുണ്ട്. പക്ഷേ അശോകനെവിടെ? ചെവി ഓർത്തു. താഴെ വർത്തമാനം കേൾക്കാനുണ്ട്. ജിം മരക്കോണി ഇറങ്ങി. സുഹൃത്തുക്കളെ, ഇത് വായിച്ചു കഴിഞ്ഞു ഈ ലക്കം. അടുത്ത ലക്കവുമായി ഞാൻ വേഗം എത്താം. കാത്തിരിക്കണേ.